എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സാമ്യസരനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ. കുറേ പേര് കമൻറ്റിൻ്റെ താഴെ പറഞ്ഞ ഒരു വിഷയമാണ് ഫാറ്റി ലിവർ. സോ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളൊക്കെ വയറ് സ്കാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഫാറ്റി ലിവർ. സോ പലർക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി അറിയില്ല. ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം എന്താണ്, ഇത് ഏതൊക്കെ സംഭവങ്ങളായി മാറാം, ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും പലർക്കും അറിയില്ല. സോ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പുച്ഛിച്ച് തള്ളേണ്ട ഒരു സംഭവമല്ല. പലപ്പോഴും ഫാറ്റി ലിവറിന് ഡയഗ്നോസിസ് വരുന്നത് ഒരു സ്കാനിങ്, നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്, വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് പലപ്പോഴും വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും എടുക്കുന്നുണ്ടാവുക. കിഡ്നിയുടെ വല്ല സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ലിവറിൽ ഒരു ഫാറ്റി ലിവർ എന്നുള്ളത് നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടുന്നത്. സോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് എന്താണ് ഫാറ്റി ലിവർ. നോക്കൂ, നമ്മുടെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പല ലിവറൊക്കെ നമ്മൾ പൊരിച്ച് തിന്നാറുണ്ട് അല്ലേ. ആ ലിവറിൻ്റെ ഇപ്പം കോഴിയുടെ ആണെങ്കിലും ശരി, ആടിൻ്റെ ആണെങ്കിലും ശരി, എന്താ ആ ലിവറിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അത് തൊടാൻ ഭയങ്കര സ്പോഞ്ച് പോലെയാണ് അല്ലേ. സോ നമ്മുടെ ലിവറാണ് നമ്മുടെ ശരീരത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടോക്സിൻസിനെയും, അതായത് എല്ലാ വിഷങ്ങളെയും അങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ അരിച്ചെടുത്ത് പുറന്തള്ളുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? നമ്മുടെ കരള്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ കരളെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലിവർ ഇതിന്റെ ഈ പറയുന്ന ഈ പതുപതുന്നനെയുള്ള ഈ സ്പോഞ്ച് പോലെയുള്ള സംഭവത്തിൽ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടത്ര പണിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ഒക്കെ പുറന്തള്ളാനും ടോക്സിൻസിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പല രീതിയിൽ കയറിക്കൂടുന്ന പല വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒന്നും ലിവറിന് പറ്റാതെ വരും. അങ്ങനെ പതുക്കെ ഇത് സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും പതുക്കെ ലിവർ ഫെയിലിയറിലേക്കും പോകും. സോ അതുകൊണ്ട് ഫാറ്റി ലിവറിനെ നമ്മൾ അത്ര പ്രശ്നക്കാരനല്ല എന്ന് വിചാരിച്ച് അവഗണിക്കരുത്. സോ രണ്ട് ടൈപ്പ് ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പം ഈ ഫാറ്റി ലിവർ സിറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് ചില വിചാരമുണ്ട്, ഇതൊക്കെ കള്ളുകുടിയന്മാർക്ക് വരുന്ന സാധനമല്ലേ. സോ ശരിയാണ്, കള്ളുകുടിയന്മാർക്കാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. കാരണം ഫാറ്റി ലിവറിലെ തന്നെ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതായത് ALD എന്ന് പറയുന്ന ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ സിറോസിസിലേക്ക് പോകാനുള്ള, അതായത് നമ്പർ 1 റീസൺ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരേയുള്ളൂ, മദ്യം അഥവാ ആൽക്കഹോൾ. സോ കൂടുതൽ പേഷ്യൻസിനെ നമ്മൾ കാണാറുള്ളത് ഇങ്ങനെ മദ്യപിച്ച് ജീവിതകാലം മുഴുവൻ മദ്യപിച്ച് അവസാനം സിറോസിസും ലിവർ ക്യാൻസറും ഒക്കെ ആയിട്ട് മരിക്കുന്ന ആളുകളെയാണ് അധികം കാണാറുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിനും സിറോസിസിനും ഒക്കെ കാരണമാകുന്നുള്ളൂ. വേറെയും ഒരു സംഭവമുണ്ട്. എന്താണത്? അപ്പൊ നമുക്ക് ഫാറ്റി ലിവറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD. അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കള്ളു കുടിക്കാത്ത ആളുകളിലും ഫാറ്റി ലിവറും സിറോസിസും കാണാം. ലിവർ ഫെയിലിയറിലേക്ക് പോകാം. നമ്മൾ എന്തൊക്കെ ചെയ്താലാണ്, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ആദ്യം കള്ളു കുടിക്കാത്ത ഏറ്റവും ആദ്യത്തെ കോസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനം, ആൽക്കഹോൾ. അവിടുന്ന് താഴോട്ട് രണ്ടാമത്തെ വിഭാഗം നോൺ ആൽക്കഹോളിക്, അതായത് മദ്യം കഴിക്കാത്ത ആളുകളിലെ കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം ഒബീസിറ്റി, പൊണ്ണത്തടി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് മെറ്റബോളിക് ഡിസീസ് അല്ലെ, ജീവിതചര്യ രോഗങ്ങൾ. അതിൽ നമുക്ക് എന്തൊക്കെയാണ് വരാറുള്ളത്? ഡയബറ്റിസ്, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊണ്ണത്തടിയാണ് ഇന്ന് പല രോഗങ്ങൾക്കുള്ള ഒന്നാമത്തെ കാരണം. സോ ഫാറ്റി ലിവറും പൊണ്ണത്തടിയുള്ള വഴി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് ഡയബറ്റിസ്. ഈ പറയുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസീസസിൽ തന്നെയുള്ള പ്രമേഹമുള്ള രോഗികളിൽ ഫാറ്റി ലിവർ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. മൂന്നാമത്തെ കോസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് C പോലെയുള്ള ചില വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻ. നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞാൽ അറിയില്ലേ, ഹെപ്പറ്റൈറ്റിസ് പല ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, A, B, C, D എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ തന്നെ ഈ Cയിലൊക്കെയാണ് കൂടുതൽ ഫാറ്റി ലിവറിലേക്കും സിറോസിസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അതൊരു ടൈപ്പ് എന്താ പറയുക ഇൻഫെക്ഷനാണ്, വൈറൽ ഇൻഫെക്ഷനാണ് കേട്ടോ. നാലാമത്തെ കോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ കൊളസ്ട്രീമിയ. അതായത് ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ടിരിക്കുക. ബാഡ് കൊളസ്ട്രോൾ ഏതാണ്? LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളുകളുടെ പല ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ LDL, HDL, VLDL എന്നൊക്കെ പറയുന്ന പല ടൈപ്പ്. ഇതിൽ നമ്മുടെ ബാഡ് ആയിട്ടുള്ളത്, മോശമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ് LDL. HDL നല്ല കൊളസ്ട്രോൾ ആണ്. സോ LDL കൂടുതലായിട്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരിലും ഫാറ്റി ലിവർ കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ്, എന്തെങ്കിലും വിഷങ്ങളൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാം. പിന്നെ ജനറൽ ആയിട്ട് PCOD, തൈറോയ്ഡ് ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉണ്ടാവും. അതായത് PCOD, തൈറോയ്ഡ് പ്രോബ്ലംസ്, ഇതൊക്കെയുള്ള രോഗികൾക്ക് പലപ്പോഴും ഇത്തരത്തിൽ ഫാറ്റി ലിവർ കൂടെ തന്നെ ഉള്ളതായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കോമൺ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒബീസിറ്റി, അതായത് ആൽക്കഹോളിസം കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് ഒബീസിറ്റി, പൊണ്ണത്തടി, ഹെപ്പറ്റൈറ്റിസ് C പോലെയുള്ള ഇൻഫെക്ഷൻസ്, ഡയബറ്റിസ് മെലിറ്റസ് അതായത് പ്രമേഹം,
കൊളസ്ട്രോൾ, അതായത് മോശമായ LDL കൊളസ്ട്രോൾ കൂടുതലായി നിൽക്കുക, പലതരത്തിലുള്ള വിഷാംശങ്ങൾ, ടോക്സിൻസ്, കെമിക്കൽസ്, പിന്നെ PCOD അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവരെ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഇതൊക്കെ ആക്ച്വലി പല രീതിയിലും ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലെല്ലാവർക്കും ഫാറ്റി ലിവർ കാണാറുണ്ട്. സോ ഇതൊക്കെയാണ് കാരണങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? പലപ്പോഴും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. ഇത് പതിയെയാണ് ഈ ലിവറിന്റെ സിറോസിസിലേക്കും ലിവർ ക്യാൻസറിലേക്കും ഒക്കെ ഇത് പോവുക. സോ ആദ്യം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലിവറിൽ വന്ന് പതുക്കെ എന്താ അടിയും? ഈ പറയുന്ന ഫാറ്റി ലിവർ, അതിന്റെ പേരിൽ തന്നെയുണ്ട് ഫാറ്റ്, കൊഴുപ്പ് വന്ന് അടിയും. അങ്ങനെ ലിവറിന്റെ വലിപ്പം പതുക്കെ കൂടാൻ തുടങ്ങും. അതിനെയാണ് ഹെപ്പറ്റോമെഗാലി എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടാവുന്ന സ്റ്റേജ് പറഞ്ഞാൽ എൻലാർജ്മെന്റ് ഓഫ് ലിവർ, ലിവറിന്റെ വലിപ്പം ഇങ്ങനെ പതുക്കെ കൂടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഇപ്പൊ മൂത്രത്തിൽ കല്ലിനോ അല്ലെങ്കിൽ കിഡ്നിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ പോയിട്ട് ഒരു സ്കാൻ എടുത്ത് വരാൻ ഡോക്ടർ പറയുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ഫാറ്റി ലിവറിന് കൂടി ആ റിപ്പോർട്ടിൽ എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. സോ ഈ എൻലാർജ്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ലിവറിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞ് ലിവറിന്റെ വലിപ്പം കൂടുന്ന ഒരു സ്റ്റേജാണ്. അതിൽ പലപ്പോഴും സിംറ്റംസ്, അതായത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് ഈ ലിവറിന്റെ ഭാഗത്ത് ചെറിയൊരു വേദന, പക്ഷെ അതൊന്നും അത്ര വലിയ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയില്ല. സോ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അടുത്ത സ്റ്റേജാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അതായത് ലിവർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് കൊഴുപ്പ് അടിഞ്ഞിട്ട് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതിനെയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുക. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് സിംറ്റംസ് ഒക്കെ വരും. എന്തൊക്കെയാണ് സിംറ്റംസ്? നോസിയ, അതായത് ഓക്കാനിക്കാൻ വരവ്, വോമിറ്റിംഗ്, ഛർദി, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, പിന്നെ ഈ ഭാഗത്ത് പെയിന്, ലിവറിന്റെ ഭാഗത്ത് വലത് ഭാഗത്ത്, അതായത് വയറിന്റെ വലത് ഭാഗത്തായിട്ട് പെയിന്, പനി. ഇതൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് ഈ സമയത്ത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് ലിവറിന്റെ ഒരു ഇൻഫ്ലമേഷൻ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അടുത്ത സ്റ്റേജാണ് സിറോസിസ്. സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഒരുമാതിരി റബ്ബർ പോലെയാവുന്ന അവസ്ഥ. അതായത് ലിവറിന്റെ ആ പതുപതുത്ത സ്പോഞ്ച് പോലത്തെ ഇത് കൊഴുപ്പ് വന്ന് അടിഞ്ഞ് ഇൻഫ്ലമേഷനായി അവിടെ സ്കാറിങ് വന്ന് ലിവർ ഒരു റബ്ബറിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്ന കാര്യത്തിനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്. സിറോസിസ് വരുമ്പോഴേക്കും കുറച്ചുകൂടി ലക്ഷണങ്ങൾ കുറച്ചുകൂടി മൂർച്ഛിക്കും. വയറിൽ വെള്ളം വന്ന് നിറയാൻ തുടങ്ങും. അതിന് അസൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ ബ്ലീഡിങ്, ചില സമയത്ത് നമുക്ക് രക്തസ്രാവം, അതായത് ലിവറിലാണ് പലപ്പോഴും നമ്മുടെ രക്തസ്രാവം നിൽക്കാനുള്ള പല ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത് ലിവറാണ്. സോ ലിവറിന്റെ പ്രവർത്തനം നിൽക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ബോധത്തിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങും. അതായത് അത് ഒരു എന്താ പറയുക, ലിവർ ഫെയിലിയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബോധം, സംസാരിക്കുന്ന രീതി, പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ പറഞ്ഞ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിംറ്റംസ് എല്ലാം വളരെയധികം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഞാൻ സിംറ്റംസ് ഒന്നുകൂടി പറയാം. ഇനീഷ്യൽ സ്റ്റേറ്റിൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പതുക്കെ നോസിയ, വോമിറ്റിംഗ്, വെയിറ്റ് ലോസ്, പിന്നെ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, അതായത് ഒട്ടും വിശപ്പില്ലാതിരിക്കുക, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടയേർഡ്, ഒരു ഉഷാറില്ലാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് ഭാഗത്ത് വരിക. പിന്നെ സിറോസിസിലേക്ക് പോകുമ്പോഴേക്കും കുറച്ചുകൂടി വയറ് വീർത്ത് തുടങ്ങും, വയറിൽ വെള്ളം നിറയും, അസൈറ്റിസ് ആവും, പിന്നെ മെന്റൽ കൺഫ്യൂഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ബ്ലീഡിങ് തുടങ്ങും. ഇതൊക്കെ ആക്ച്വലി ലിവർ ഫെയിലിയറിലേക്ക് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. സോ ഇതൊക്കെയാണ്. ഇനി എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? അപ്പോൾ ആൽക്കഹോൾ മൂലം ഉണ്ടാവുന്ന ലിവറിന് ഡിസീസിന് ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. അതെന്താണ്? കുടി നിർത്തുക. ഓക്കെ, അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കുടി നിർത്തുക. ആൽക്കഹോളാണ് നമ്പർ 1 വില്ലൻ, അതിന് യാതൊരു സംശയവുമില്ല. അടുത്ത വില്ലന്മാര് ഞാൻ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ: പൊണ്ണത്തടി മാറ്റുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഭക്ഷണം, ഡയറ്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് എങ്ങനെയാണ് ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുക. മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്: പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, പല ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് ഇന്ന് ധാരാളം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ, ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ പ്രതിരോധ കുത്തിവയ്പ്പ്, അതായത് രോഗം വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. അതെടുക്കാൻ ശ്രമിക്കുക. ഡയബറ്റീസ്, പ്രോപ്പറായിട്ട് പ്രമേഹം കൺട്രോൾ ചെയ്യുക. കൊളസ്ട്രോൾ, അനാവശ്യമായിട്ടുള്ള ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡയറ്റും, അതുപോലെ തന്നെ എണ്ണ, പൊരിച്ചത്, വറുത്തത്, അങ്ങനെയുള്ള ജങ്ക് ഫുഡുകൾ ഇതെല്ലാം കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ ശരീരത്തിലെ മോശമായിട്ടുള്ള കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ PCOD, ഹൈപ്പോതൈറോയിഡ് പ്രശ്നം, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. PCOD ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, തൈറോയിഡ് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ഇത് വരാതിരിക്കാൻ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് വന്നു എന്ന് വെക്കുക, ഫാറ്റി ലിവർ, ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഇനി ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ പതുക്കെ തന്നെ പഴയ ലിവറിലേക്ക് മാറും. അതാണ് ഫാറ്റി ലിവറിന്റെ ഒരു ഗുണം. അപ്പം എല്ലാവർക്കും ടെൻഷൻ, ഇത് മാറുമോ, ലിവർ പഴയ പോലെ ആവുമോ എന്നാണ്. ആവും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡയറ്റും
എക്സസൈസും പൊണ്ണത്തടിയും ഷുഗറും പ്രഷറും ഇതൊക്കെ കൊളസ്ട്രോളും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് കൺട്രോൾ ചെയ്യണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡയറ്റും എക്സസൈസിനും യാതൊരു കോംപ്രമൈസും ഇല്ല. വെയിറ്റ് ലോസ് ആണ് മെയിൻ ആയിട്ട്. അതായത് വെയിറ്റ് ലോസ്, നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ തിരിച്ച് നമ്മുടെ ഹെൽത്തി ലിവറായിട്ട് മാറ്റാൻ പറ്റും. എന്നാൽ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്തിട്ട് സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഞാൻ പറഞ്ഞില്ലേ ലിവർ കുറച്ച് കഴിയുമ്പോൾ റബ്ബർ പോലെ ആവും, ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോക്കില്ല. അത് പിന്നെ പതുക്കെ 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 ഡിറ്റോറേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെല്ലാം മാറ്റി ലിവറിനെ എത്രയും വേഗം പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം ഫാറ്റി ലിവർ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അത് സിറോസിസിലേക്ക് പോവാം. സിറോസിസിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലിവറിനെ ഒരു തിരിച്ചു പോക്ക് ഇല്ല കേട്ടോ. സോ അതുകൊണ്ട് ലിവർ, കരൾ, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കരളെ എന്നൊക്കെ പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും പ്രാധാന്യമുള്ളൊരു എന്താ പറയുക ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ. സോ എല്ലാം നമ്മുടെ ശരീരത്തിലെ കുറേ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്ന ഒരു വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ലിവർ. സോ ലിവറിന് ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. സോ ഫാറ്റി ലിവർ ഉള്ള ആളുകളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. തിരിച്ച് നമുക്ക് ഒരു ഹെൽത്തി ലിവറിലേക്ക് എത്രയും വേഗം തന്നെ തിരിച്ചെത്താൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്ന ആളുകളും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. സിറോസിസ് ആയ ആളുകൾ ഇനിയെങ്കിലും തെറ്റായിട്ടുള്ള ശീലങ്ങളെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല സിറോസിസ് ഉള്ള ആൾ പിന്നെയും കുടിക്കുകയാണ് വലിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അല്ലേ. സോ സിറോസിസ് ഉള്ള ആളുകൾക്കായാലും നമ്മുടെ തെറ്റായിട്ടുള്ള ശീലങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ രീതിയിലെങ്കിലും മുന്നോട്ട് കുറേ കാലം ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ സാധിക്കും കേട്ടോ. സോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫാറ്റി ലിവറിനെ പറ്റി ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട 10 പേരെ നോക്കിയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫാറ്റി ലിവർ ഉള്ള ഒരു അവസ്ഥയാണ്. മെലിഞ്ഞവർക്കും തടിച്ചവർക്കും ഒക്കെ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരിലേക്കും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് നൈറ്റ്.